കമ്മീഷനെ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു. സരിതയുമായുള്ള ദില്ലി കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് തെറ്റിദ്ധരിപ്പിക്കൽ നടന്നത്. അവകാശ ലംഘന നോട്ടീസ് കിട്ടിയിട്ടില്ലെന്ന തെറ്റായ മൊഴിയാണ് മുഖ്യമന്ത്രി നൽകിയത്. കഴിഞ്ഞ ദിവസം സോളാർ കമ്മീഷന്റെ വിസ്താരത്തിനിടെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ അഭിഭാഷകന്റെ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തെറ്റായ മറുപടി നൽകിയത്. ഡൽഹി വിജ്ഞാൻ ഭവനിൽ വെച്ച് 2012 ഡിസംബർ 27-ന് മുഖ്യമന്ത്രി സരിതയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്യു ടി തോമസ് MLA നിയമസഭയിൽ നൽകിയ അടിയന്തര പ്രമേയത്തിന് മറുപടിയായി തെറ്റായ വിവരമാണ് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത്. ഡിസംബർ 27-ന് താൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ലെന്നും ഡിസംബർ 29-ന് ദേശീയ വികസന സമിതി യോഗത്തിനായാണ് താൻ വിജ്ഞാൻ ഭവനിലെത്തിയതെന്നുമായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. മുഖ്യമന്ത്രിയുടെ ഈ വാദം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി ദേശീയ വികസന സമിതി യോഗം ഡിസംബർ 29-ന് തന്നെയായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ സഹിതം 2015 ഏപ്രിൽ 1-ന് വി ശിവൻകുട്ടി MLA നിയമസഭയിൽ അവകാശ ലംഘന നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ സോളാർ കമ്മീഷന്റെ വിസ്താരത്തിനിടെ താങ്കൾക്കെതിരെ ആരെങ്കിലും ഈ വിഷയത്തിൽ അവകാശ ലംഘന നോട്ടീസ് നൽകിയിരുന്നോ എന്ന് അഭിഭാഷകൻ ചോദിച്ചപ്പോൾ ഇല്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. വി ശിവൻകുട്ടി MLA അവകാശ ലംഘന നോട്ടീസ് നൽകിയ വിവരം മറച്ചുവെച്ചാണ് മുഖ്യമന്ത്രി കമ്മീഷനെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്ന മൊഴി നൽകിയത്. ചുരുക്കത്തിൽ വിജ്ഞാൻ ഭവനിലെത്തിയത് സംബന്ധിച്ച് ആദ്യം നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെങ്കിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട സോളാർ കമ്മീഷനെയും മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാജിവെച്ച 2 മന്ത്രിമാർക്ക് 2 നീതി എന്ന പിണറായി വിജയൻ. കെ മാണിയുടെ രാജിക്കത്ത് അന്ന് തന്നെ ഗവർണർക്ക് കൈമാറിയ മുഖ്യമന്ത്രി ബാബുവിന്റെ രാജിക്കത്ത് പോക്കറ്റിലിട്ട് നടക്കുകയാണ്. മുഖ്യമന്ത്രി നിയമവ്യവസ്ഥയെ അപഹാസ്യമാക്കുകയാണെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. എന്താണ് ഉമ്മൻചാണ്ടിക്ക് എപ്പോഴും 2 താപ്പ് വരുന്നത്? കെ മാണി ഉമ്മൻചാണ്ടിയുടെ ഖജനാവ് സൂക്ഷിപ്പുകാരൻ. അദ്ദേഹത്തിനെതിരെ വന്നപ്പോൾ ക്വിക്ക് വെരിഫിക്കേഷൻ, ബാബുവിനെതിരെ വന്നപ്പോൾ അത്തരമൊരു പരിശോധനയില്ല. കോടതി ഇടപെടൽ വന്നു, മാണി രാജിവെക്കേണ്ടി വന്നു. രാജി മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടേണ്ട താമസം ഉടനെ ഗവർണറുടെ കയ്യിലേക്ക് എത്തിച്ചു. കോടതി ഇടപെട്ടു, ബാബുവിന് രാജിവെക്കേണ്ടി വന്നു. രാജിക്കത്ത് പോക്കറ്റിട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി നടക്കുകയാണ്. ഇതേവരെ ഗവർണർക്ക് കൊടുക്കുന്നില്ല. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് അല്പസമയത്തിനകം മലപ്പുറം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കും. അരീക്കോടെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം ജാഥ അല്പസമയത്തിനകം പെരിന്തൽമണ്ണയിൽ എത്തും. സാലി മുഹമ്മദ് ഉണ്ട് വിവരങ്ങളുമായി. സാലി, ഇപ്പോൾ ജാഥ എവിടെ എത്തിയിരിക്കുന്നു? ഇനി പെരിന്തൽമണ്ണയിലേക്കാണ് എത്താനുള്ളത്. മറ്റു വിവരങ്ങൾ. അഞ്ജു, നവകേരള മാർച്ച് മലപ്പുറം ജില്ലയിലെ അവസാന സ്വീകരണ കേന്ദ്രമായ പെരിന്തൽമണ്ണ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഇതിനകം 3 സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പ് ലഭിച്ചു. അരീക്കോട്, നിലമ്പൂർ, വണ്ടൂർ എന്നിവിടങ്ങളിലാണ് സ്വീകരണം ലഭിച്ചത്. ഏറനാടിന്റെ ഹൃദയഭൂമിയായ അരീക്കോടായിരുന്നു ആദ്യ സ്വീകരണ കേന്ദ്രം. അത് രാവിലെ ആയിരുന്നു. ജാഥ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ ഈ മേഖലയിൽ ജനനിബിഡമായിരുന്നു എന്ന് പറയാം. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളുടെയും യുവാക്കളുടെയും പങ്കാളിത്തമായിരുന്നു. പിണറായി കാത്ത് ആയിരങ്ങളാണ് അരീക്കോട് കവലയിൽ കാത്തുനിന്നത്. വലിയ ആവേശത്തോടെ ജാഥാനായകൻ എത്തിയതോടെ അവർ വരവേറ്റു. തുടർന്ന് കുഞ്ഞാലിയുടെ രക്തസാക്ഷിത്വം കൊണ്ട് ചുവന്ന നിലമ്പൂരായിരുന്നു സ്വീകരണ കേന്ദ്രം. നിലമ്പൂരിൽ പിണറായിക്കായി ഒരുക്കിയത് വീരോചിത വരവേൽപ്പ് എന്ന് തന്നെ പറയാം. അക്ഷരാർത്ഥത്തിൽ വലിയ ജനസഞ്ചയം തന്നെ അവിടെ ഒഴുകിയെത്തിയിരുന്നു. തുടർന്ന് വണ്ടൂരിലായിരുന്നു. വണ്ടൂരിൽ ഒരു നാടൊന്നാകെ ഒരു മൈതാനിയിൽ സമ്മേളിച്ച കാഴ്ചയാണ് വണ്ടൂരിൽ കണ്ടത്. അങ്ങേയറ്റം ആവേശത്തോടെ പിണറായിയെ അവർ വരവേറ്റു. ഇനി പെരിന്തൽമണ്ണയാണ് സ്വീകരണ കേന്ദ്രം. പെരിന്തൽമണ്ണയിലേക്ക് ജാഥ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പെരിന്തൽമണ്ണയിലെ സ്വീകരണത്തോടുകൂടി മലപ്പുറം ജില്ലയിലെ പര്യടനം പൂർത്തിയാകും. 12-ാം ദിവസത്തെ ജാഥയുടെ പര്യടനവും പൂർത്തിയാകും. നാളെ 13-ാം നാൾ പാലക്കാട് ജില്ലയിലേക്കാണ് പ്രവേശിക്കുക. നാളെ രാവിലെ പാലക്കാട് ജില്ലയിലേക്ക് ജാഥ യാത്രയാകും. നവകേരള മാർച്ച് മലപ്പുറം ജില്ലയിൽ അല്പസമയത്തിനകം പൂർത്തിയാകും. ഇനി ഒരു സ്വീകരണം കൂടിയാണ് ഏറ്റുവാങ്ങാനുള്ളത്. അത് മലപ്പുറം പെരിന്തൽമണ്ണയിലാണ്. വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്. ഫുട്ബോൾ താരങ്ങളും കായിക രംഗത്തെ പ്രമുഖരും മലപ്പുറത്തെത്തിയ പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്ന ആസിഫ് സഹീർ, ഇന്ത്യൻ വോളിബോൾ താരം വിപിൻ എം ജോർജ് എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. മലപ്പുറത്തിന്റെ കായിക താരത്തിന് ആവേശമായ ഫുട്ബോൾ തന്നെയായിരുന്നു ചർച്ചയിലെ സജീവ വിഷയം. മഞ്ചേരി, കോട്ടപ്പടി സ്റ്റേഡിയങ്ങളിൽ
ഫ്ലഡ് ലൈറ്റ് സ്ഥാപിക്കാത്തതിലുള്ള നിരാശ താരങ്ങളും പരിശീലകരും എടുത്തു പറഞ്ഞു. സംസ്ഥാനത്തെ സ്പോർട്സ് കൗൺസിൽ സംവിധാനം ഉദ്യോഗസ്ഥരെ നിറച്ച് ജനാധിപത്യമില്ലാതാക്കിയ കാര്യം അസോസിയേഷൻ ഭാരവാഹികൾ ഉന്നയിച്ചു. കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകണമെന്നും സമ്മാനത്തുക വർദ്ധിപ്പിക്കണമെന്നുമായിരുന്നു സാഫ് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ കുമാരി പ്രജിതയുടെ നിർദ്ദേശം. കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്ന ആസിഫ് സഹീർ, സന്തോഷ് ട്രോഫി താരം OK ജാവേദ്, ഇന്ത്യൻ വോളിബോൾ സീനിയർ ടീം അംഗം വിപിൻ M ജോർജ്, വനിതാ ഫുട്ബോൾ താരം കുമാരി സിത്താര ഹരികുമാർ എന്നിവരും പിണറായിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് എത്തിയിരുന്നു. ആസിഫ് സഹീർ: ഇത് വളരെ നല്ലൊരു സാറ്റിസ്ഫൈഡോട് കൂടിയുള്ളൊരു മീറ്റിംഗായി വളരെ സന്തോഷം തോന്നുന്ന നിമിഷം തന്നെയാണ് ഒരു ഫുട്ബോളറായി നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. കാരണം സൗകര്യങ്ങളാണ്, അടിസ്ഥാന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. അത് നേരിട്ട് തന്നെ വേണം. ഒരു മീഡിയേറ്ററോ അല്ലെങ്കിൽ വേറെ ആരും വന്നിട്ട് കാര്യമില്ല. അവരായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ വികാരങ്ങൾ മനസ്സിലാവും. ഫുട്ബോൾ പരിശീലകർ, കായിക അധ്യാപകർ എന്നിവരും മലപ്പുറത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഫുട്ബോളിൽ മലപ്പുറത്തെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ കൂട്ടായ പരിശ്രമം ഉണ്ടാവണമെന്നായിരുന്നു പിണറായിയുടെ മറുപടി. കായിക മേഖലയ്ക്ക് LDF എക്കാലവും പ്രാധാന്യം കൊടുക്കാറുണ്ടെന്നും തുടർന്നും അതുണ്ടാവുമെന്നും പിണറായി കൂടിക്കാഴ്ചയ്ക്കെത്തിയവർക്ക് ഉറപ്പു നൽകി. ക്യാമറാമാൻ ഇക്ബാൽ വട്ടക്കുളത്തിനൊപ്പം AK ലതീഷ്. രോഹിത് വെമുല പട്ടികജാതി വിഭാഗമായ മാല സമുദായ അംഗമെന്ന് തെളിയിക്കുന്ന രേഖ പീപ്പിൾ TV പുറത്തുവിട്ടു. 2015 ജൂൺ 16 ഗുണ്ടൂർ തഹസിൽദാർ നൽകിയ രേഖയാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. ഇതോടെ രോഹിത് ദളിതനല്ലെന്ന റിപ്പോർട്ട് നൽകി കേന്ദ്രമന്ത്രിമാരെയും VCയെയും രക്ഷിക്കാൻ ശ്രമിച്ച പോലീസ് നീക്കമാണ് പുറത്താകുന്നത്. രോഹിത് വെമുലയ്ക്ക് കഴിഞ്ഞ ജൂൺ 16 ഗുണ്ടൂർ തഹസീൽദാർ നൽകിയ ജാതി സർട്ടിഫിക്കറ്റാണ് ഇത്. രോഹിത് മാലാ സമുദായക്കാരനാണെന്നും ആ സമുദായം പട്ടികജാതിയിൽ പെടുന്നതാണെന്നും ഈ രേഖ വ്യക്തമാക്കുന്നു. രോഹിത് മറ്റു പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട വധേര ജാതിക്കാരനാണെന്ന് ഗുണ്ടൂർ പോലീസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ രേഖ പുറത്തുവിടുന്നത്. രോഹിത് പട്ടിക വിഭാഗക്കാരനാണെങ്കിൽ രോഹിതിന്റെ മരണം മുൻനിർത്തി ഗച്ചിബൗലി പോലീസ് എടുത്ത കേസിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി, കേന്ദ്രമന്ത്രി ബന്ദാരു ദത്താത്രേയ, വൈസ് ചാൻസലർ അപ്പാറാബു എന്നിവരെ കയ്യോടെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതൊഴിവാക്കാനാണ് രോഹിതിന്റെ സ്വദേശമായ ഗുണ്ടൂരിലെ പോലീസ് വിവാദ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. രോഹിതിന് നീതി തേടി ഒരാഴ്ചയായി ക്യാമ്പസ് ബന്ദ് നടത്തുന്ന ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പോലീസ് നടപടിയെ പുച്ഛിച്ചു തള്ളുകയാണ്. രോഹിതിന്റെ ആത്മഹത്യ രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന രോഹിതിന്റെ സഹപാഠികളുടെ നിലപാട് പൂർണ്ണമായി ശരിവെക്കുന്നതാണ് ഗുണ്ടൂർ പോലീസിന്റെ ക്രൂരമായ ദലിത് വിരുദ്ധ റിപ്പോർട്ട്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് NP ചന്ദ്രശേഖരൻ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സോളാർ കമ്മീഷന് മുന്നിൽ പറഞ്ഞത് പച്ചക്കള്ളമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. അതുകൊണ്ടാണ് നുണപരിശോധനയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറല്ല എന്ന് പറഞ്ഞത്. നാണം കെട്ട മുഖ്യമന്ത്രിക്ക് മാത്രമേ ഇത്തരത്തിൽ സോളാർ കമ്മീഷന് മുന്നിൽ ഇരിക്കാൻ സാധിക്കൂവെന്നും VS. K. ബാബുവിന്റെ രാജിക്കത്ത് ഗവർണർക്ക് കൈമാറാത്തത് എന്തുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് VS തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. പിന്നെ അതെ അത് ധൈര്യം കാണിക്കില്ല, കാരണം വസ്തുത വിരുദ്ധമായതുകൊണ്ട്. അതേപോലെ തന്നെ അനർട്ട് എന്ന് പറയുന്ന സ്ഥാപനം 45 പ്രൊജക്റ്റുകൾക്കാണ് ഗവൺമെൻറ് ആണ് ഈ സ്ഥാപനം അനർട്ട്. ലക്ഷക്കണക്കിനല്ല ദശലക്ഷക്കണക്കിന് കടം കൊടുത്തിട്ടുണ്ട്. അതേപ്പറ്റി ചോദിക്കുമ്പോൾ ഉമ്മൻചാണ്ടി പറയുക. അതാണ് യാഥാർത്ഥ്യം. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കമ്മീഷന്റെ വിചാരണയ്ക്ക് വിധേയനാകുന്നത്. അതെ, ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ്? ആ സാഹചര്യം എന്ന് പറഞ്ഞാൽ നാണം കെട്ടവനെ അത് സാധിക്കൂ. അയാളുടെ ഏറ്റവും കടുത്ത നിരുത്തരവാദപരമായ നടപടിയാണ്. അതിനെ നിങ്ങളെപ്പോലെ ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും ശക്തമായി പ്രതിഷേധിക്കുകയാണ്. K. ബാബുവിന്റെ രാജി സ്വീകരിക്കുന്നത് വൈകുന്നു. വിജിലൻസ് കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിട്ടും രാജി സ്വീകരിച്ചിട്ടില്ല. നാളെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. അതേസമയം രാജിയെ ചൊല്ലി കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് ശക്തമാവുകയാണ്. ബാബുവിനെതിരായ വിജിലൻസ് കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചതിനു ശേഷവും രാജി സ്വീകരിക്കപ്പെട്ടിട്ടില്ല. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ശേഷം കൊച്ചിയിൽ AC ജോസിന്റെ സംസ്കാര ചടങ്ങിന് മടങ്ങിയ മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് തിരിച്ചെത്തില്ല. രാജി സ്വീകരിക്കുന്നതിൽ തീരുമാനം ഇന്നുണ്ടാകില്ലെന്ന് ഇതോടെ ഉറപ്പായി. നാളെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകാനിടയുള്ളൂ. അതേസമയം രാജി വൈകിപ്പിക്കുന്നതിൽ KPCC അധ്യക്ഷൻ VM സുധീരനെ അനുകൂലിക്കുന്നവരിലും I ഗ്രൂപ്പിലും എതിർപ്പുണ്ട്. ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്നാണ് നേതാക്കളുടെ വിശദീകരണം.
വിജിലൻസ് കോടതി ഉത്തരവ് വന്നയുടൻ സുധീരനും ചെന്നിത്തലയും എടുത്ത നിലപാടിൽ എ ഗ്രൂപ്പിലും അമർഷം ശക്തമാണ്. രാജി സ്വീകരിക്കുന്നത് വൈകിപ്പിക്കുന്നതിലൂടെ എ ഗ്രൂപ്പ് താൽപ്പര്യമാണ് പ്രകടമാകുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് ഇന്നലെ അനുകൂല പരാമർശം ഉണ്ടാകുകയാണെങ്കിൽ രാജി തീരുമാനം പുനഃപരിശോധിക്കുന്ന കാര്യത്തിലും ഗ്രൂപ്പിൽ ധാരണയുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എൻഡോസൾഫാൻ ദുരിതബാധിതരോട് സർക്കാർ വാക്കുപാലിക്കണമെന്നാവശ്യപ്പെട്ട് എൻഡോസൾഫാൻ ദുരിതബാധിതരായ അമ്മമാരും കുട്ടികളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല പട്ടിണി സമരം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. നൽകിയ ഉറപ്പുകളും വാക്കും പാലിക്കാത്ത ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരായ അമ്മമാരും കുഞ്ഞുങ്ങളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല പട്ടിണി സമരം ആരംഭിച്ചിരിക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതരോട് സർക്കാർ വാക്കു പാലിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. അതേസമയം ഉമ്മൻചാണ്ടി സർക്കാരിന് എൻഡോസൾഫാൻ ദുരിതബാധിതരോട് യാതൊരു താൽപ്പര്യവുമില്ല. മറ്റു കാര്യങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയെന്നും പട്ടിണി സമരം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന സ്ഥിതിയാണല്ലോ ഇപ്പോഴുള്ളത്. എൻഡോസൾഫാൻ പീഡിതരെ വീണ്ടും വീണ്ടും ദ്രോഹിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിനെ പോലെ തന്നെ സംസ്ഥാന സർക്കാരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദുരിതബാധിതർക്കായി താൻ എന്തൊക്കെ ചെയ്തുവെന്നത് ജനങ്ങൾക്കറിയാമെന്നും VS വ്യക്തമാക്കി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 2010 ഡിസംബറിൽ ശുപാർശ ചെയ്ത അടിയന്തര സഹായം എത്രയും പെട്ടെന്ന് നൽകുക, പുനരധിവാസം ശാസ്ത്രീയമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ദുരിതബാധിതർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തങ്ങളെ ഇനിയും അവഗണിച്ചാൽ മരണം വരെ സമരം ചെയ്യുമെന്നും എൻഡോസൾഫാൻ ദുരിതബാധിതർ വ്യക്തമാക്കുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്നലെ ഹൈദരാബാദിൽ അന്തരിച്ച നടി കൽപ്പനയുടെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ പുതിയകാവിലെ പൊതുശ്മശാനത്തിൽ നടന്നു. തൃപ്പൂണിത്തറയിലെ ഫ്ളാറ്റിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം പിന്നീട് പുതിയകാവ് പൊതുശ്മശാനത്തിൽ ആണ് സംസ്കരിച്ചത്. ഇന്നലെ പുലർച്ചെ ഹൈദരാബാദിലെ ഹോട്ടൽ മുറിയിലായിരുന്നു അന്ത്യം. തെലുങ്ക് ചിത്രത്തിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിൽ എത്തിയതായിരുന്നു. പ്രവേശന സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് ശനിശിംഗനാപൂർ ക്ഷേത്രത്തിലേക്കുള്ള സ്ത്രീകളുടെ മാർച്ച് നടന്നു. പോലീസ് ഹിന്ദു പ്രസ്ഥാന നടപടിക്കെതിരെ പ്രതിഷേധക്കാർ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു. സ്ത്രീകൾക്ക് പ്രവേശന സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മഹാരാഷ്ട്ര അഹമ്മദ് നഗറിൽ ശനി ശിംഗനാപൂർ ക്ഷേത്രത്തിലേക്ക് സ്ത്രീകൾ നടത്തിയ മാർച്ചാണ് പോലീസ് തടഞ്ഞത്. വൈകിട്ട് 4 മണിയോടെ മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 400ഓളം സ്ത്രീകൾ ശനി ശിംഗനാപൂരിലെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കുകയായിരുന്നു. മാർച്ച് നയിച്ച തൃപ്തി ദേശായി അടക്കമുള്ളവരെ പോലീസും ദേശീയ ഹിന്ദു പ്രസ്ഥാനം പ്രവർത്തകരും ചേർന്ന് തടഞ്ഞതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി. ഇതേ തുടർന്ന് മാർച്ചിൽ പങ്കെടുത്തവർ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു. आज महिलाओं के लिए ब्लैक डे है, महिलाओं का हक और अधिकार जो मिलना चाहिए उसके लिए रोका जा रहा है। पुलिस धक्का मुक्की कर रही है, बिल्कुल बिल्कुल अच्छा नहीं कर रही है। हम वहाँ पे जाके ही रहेंगे, हम करेंगे, हम यही बैठेंगे, यही जिएंगे, यही मरेंगे, दर्शन किए बिना नहीं जाएंगे. തൃപ്തി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ഭൂമാതാരൺ രാഗിണി ബ്രിഗേഡാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. രാവിലെ തന്നെ ഇവിടേക്ക് സ്ത്രീകൾ വന്നാൽ തടയാൻ ദേശീയ ഹിന്ദു പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളായ സ്ത്രീകൾ തമ്പടിച്ചിരുന്നു. ശബരിമലയ്ക്ക് സമാനമായ സാഹചര്യം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ക്ഷേത്രമാണ് ശനി ശിംഗനാപൂർ. ക്ഷേത്രത്തിന്റെ വേലിക്കെട്ട് ചാടിക്കടന്ന് ശ്രീകോവിലിനുള്ളിൽ ആരാധന നടത്താനായിരുന്നു പ്രതിഷേധക്കാരുടെ പദ്ധതി. മഹാരാഷ്ട്രയിലെ വിവിധ സംഘടനകളുടെ പിന്തുണയും ഭൂമാതാരൺ രാഗിണി ബ്രിഗേഡിനുണ്ട്. ന്യൂസ് ഡെസ്ക്.